ക്രിസ്തുവിന് മുൻപ് പഴയ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ മഹാവ്യക്തികളും ദൈവമാതാവ് വിശുദ്ധ അമ്മയും സഭയിലെ വിശുദ്ധരും, പിന്നെ അവിടുന്ന് തന്നെയും ഈശോ തന്നെയും നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന ശീർഷകത്തിലുള്ള മൂന്നാമത്തെ വചന വിചിന്തനമാണല്ലോ ഇത്. ഈശോയുടെ നാമത്തിലുള്ള കൃത്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയെപ്പറ്റി നമ്മൾ പൊതുവായിട്ട് കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. അവിടെ നമ്മൾ പറഞ്ഞു, സുവിശേഷം മുഴുവൻ്റെ സംഗ്രഹമാണ് ഈ കർത്തൃ പ്രാർത്ഥന എന്ന് സഭാപിതാവ് തെർത്തുല്യനെ ഉദ്ധരിച്ചുകൊണ്ട് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നു. സുവിശേഷം എന്ന വാക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയുണ്ടായി കഴിഞ്ഞ സെഷനിൽ. സുവിശേഷം സദ്വാർത്ത, അത് അയോടത്തിന്റെ ഒരു കുഞ്ഞിന്റെ ജനനം അല്ലെങ്കിൽ രാജാവിന്റെ യുദ്ധവിജയം. മർക്കോസ് സുവിശേഷകൻ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈശോ തന്റെ ശുശ്രൂഷ വഴി നേടിയ യുദ്ധവിജയം, ശത്രുവായ സാത്താനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു, അതിന്റെ സദ്വാർത്ത പ്രഘോഷിക്കുന്നു, ഗുഡ് ന്യൂസ്. അതാണ് എവങ്കേലിയോൻ എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പം അതിനെ കുറിച്ച് ആഴപ്പെട്ട ചിന്തയിലേക്ക് വരികയാണ്. സഭയുടെ മതബോധന ഗ്രന്ഥത്തില് 2725 നമ്പറിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: ക്രിസ്തുവിന് മുൻപ് പഴയ ഉടമ്പടിയിലെ പ്രാർത്ഥനയുടെ മഹാവ്യക്തികളും, എന്നുവെച്ചാൽ പഴയ നിയമത്തിലെ പ്രാർത്ഥനയുടെ വലിയ വിശുദ്ധരും പ്രവാചകന്മാരും പിതാക്കളുമായിരുന്ന വ്യക്തികളും ദൈവമാതാവ് വിശുദ്ധ അമ്മയും വിശുദ്ധരും, സഭയിലെ വിശുദ്ധരും, പിന്നെ അവിടുന്ന് തന്നെയും ഈശോ തന്നെയും നമ്മെ പഠിപ്പിക്കുന്നത് പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നാണ്. പ്രാർത്ഥന ഒരു പോരാട്ടമാണെന്നാണ്. ഈ ഒരു ഖണ്ഡികയുടെ ഹെഡിങ് ആയിട്ട് തന്നെ സഭയുടെ മതപര ഗ്രന്ഥത്തിൽ കൊടുത്തിരിക്കുന്നത് പ്രാർത്ഥനയാകുന്ന പോരാട്ടം എന്നാണ്. പ്രാർത്ഥനയാകുന്ന പോരാട്ടം എന്ന് കൊടുത്തിരിക്കുന്നത് കാണാം. നമ്മൾ ശ്രദ്ധിക്കണം, സഭ ഔദ്യോഗികമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ് പ്രാർത്ഥന പോരാട്ടമാണ്. ഇനി ആർക്കെതിരെയാണ്, എന്തിനെതിരെയാണ് പോരാട്ടം? എന്നിട്ട് വീണ്ടും പറയുകയാണ്, സഭ ചോദിക്കുകയാണ്, ആർക്കെതിരെ? നമുക്ക് തന്നെ എതിരെ ഒരു പോരാട്ടം ആവശ്യമുണ്ട്. നമ്മുടെ അലസത, ആസക്തി, ലോക മനോഭാവങ്ങള്, ഇങ്ങനെയൊക്കെയുള്ള നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്കെതിരെ പൊരുതി നമ്മൾ തോപ്പിക്കണം. 2, നമുക്ക് തന്നെയും വേണം. മനുഷ്യനെ പ്രാർത്ഥനയിൽ നിന്നും ദൈവവുമായുള്ള ഐക്യത്തിൽ നിന്നും അകറ്റാൻ പരമാവധി ശ്രമിക്കുന്ന പരീക്ഷകന്റെ കുതന്ത്രങ്ങൾക്കും എതിരെ ഉള്ള പോരാട്ടമാണിത്. കണ്ടോ, നമുക്ക് തന്നെയും നമ്മുടെ ദൈവത്തിൽ നിന്ന് അകറ്റാനും പ്രാർത്ഥനയിൽ നിന്ന് മാറ്റാനും വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന പരീക്ഷകന്റെ കുതന്ത്രങ്ങൾക്കും എതിരെയുള്ള പോരാട്ടമാണ് പ്രാർത്ഥന എന്ന് പറയുകയാണ്. ആ കണ്ണിയുടെ അവസാനം നമ്മൾ വായിക്കുകയാണ്: ക്രൈസ്തവന്റെ നവജീവിതത്തിലെ ആധ്യാത്മിക സമരത്തെ പ്രാർത്ഥനയാകുന്ന പോരാട്ടത്തിൽ നിന്ന് വേർപെടുത്താനാവില്ല. നമ്മുടെ ജീവിതം ഒരു പോരാട്ടമാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ 2018 മാർച്ച് 19 നൽകിയ ഒരു അപ്പസ്തോലിക ഉദ്ബോധനമുണ്ടല്ലോ, ആനന്ദിച്ച് ആഹ്ലാദിക്കുവിൻ, റിജോയ്സ് ആൻഡ് ബി ഗ്ലാഡ്. 5 അധ്യായങ്ങളാണ് അതിന്. 5ാമത്തെ അധ്യായത്തിന്റെ ഹെഡിങ് തന്നെ പോരാട്ടവും ജാഗ്രതയും വിവേകവും. അതായത് പാപ്പ ആരംഭിക്കുകയാണ്, ക്രൈസ്തവ ജീവിതം നിരന്തരമായ പോരാട്ടത്തിന്റെ ജീവിതമാണ്. ആർക്കെതിരെ? മാനുഷികമായ നമ്മുടെ ബലഹീനതകൾക്കോ മറ്റു ബുദ്ധിമുട്ടുകൾക്കോ അലസതയ്ക്കൊക്കെ എതിരെ. അതല്ല, സാത്താൻ എന്ന് പറയുന്ന ജീവനുള്ള ആ ഒരു ശത്രുവിനെതിരെയുള്ള പോരാട്ടമാണ് ക്രൈസ്തവ ജീവിതം എന്ന് മാർപ്പാപ്പ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത് ഈ പറഞ്ഞ CCC കൃത്യമായിട്ട് അത് അടിവരയിട്ട് പറയുന്നത് നമ്മൾ നല്ലപോലെ നമ്മുടെ ഉള്ളിൽ അടിവരയിടണം. ഈ സഭയുടെ ഒഫീഷ്യൽ പ്രബോധനമാണ്. പ്രാർത്ഥനാ ജീവിതം പോരാട്ടമാണ്. ആർക്കെതിരെ? നമുക്ക് തന്നെ എതിരെയും സാത്താനെതിരെയും. ഈ പോരാട്ടം മാറ്റിവെച്ച് ഈ പ്രാർത്ഥനയുടെ പോരാട്ട വശം അവഗണിച്ചുകൊണ്ട് നമുക്ക് ക്രൈസ്തവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. വീണ്ടും നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്തൃ പ്രാർത്ഥനയിൽ ഈ പോരാട്ടം ഉണ്ടോ? ഈ പോരാട്ടം എങ്ങനെയാണ് അതിനകത്ത് ചേർന്നിരിക്കുന്നത്? കർത്തൃ പ്രാർത്ഥനയുടെ എവിടെയെങ്കിലും പോരാട്ടത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അതിശയിച്ചു പോകും. കർത്തൃ പ്രാർത്ഥന മുഴുവനും സാത്താനെതിരെയും
നമ്മുടെ ആസക്തികളുടെ വഴി പോകാനുള്ള പ്രവണതയ്ക്കെതിരെയുമുള്ള പോരാട്ടത്തിന്റെ പ്രാർത്ഥനയാണ് ഈ കർത്തൃ പ്രാർത്ഥന. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇത് ചുമ്മാ അതിശോക്തി പറയുന്നതല്ല, ഭംഗി പറയുന്നതല്ല, വലിച്ചു നീട്ടി വ്യാഖ്യാനിച്ചുണ്ടാക്കിയെടുക്കുന്നൊരു നിറമല്ല ഇത്. സഭയുടെ ഈ പറഞ്ഞ മതബോധന ഗ്രന്ഥത്തിൽ മുന്നോട്ട് വരുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് പഠിപ്പിക്കുമ്പോൾ 2760 നമ്പർ 2760 നമ്പറിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്: വളരെ പ്രാചീന കാലം മുതലൊക്കെ ആരാധനാ ക്രമത്തിലെ കർത്തൃ പ്രാർത്ഥന ഒരു സ്തുതിപ്പോടുകൂടിയാണ് അവസാനിപ്പിച്ചിരുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് 6-ാമത്തെ അധ്യായത്തില് 9-10 വാക്യങ്ങളില് നമ്മൾ സ്വർഗസ്ഥനായ പിതാവെ പറ്റി വായിച്ചു വരുമ്പോൾ അതിന് അവസാനം 13-14 വാക്യങ്ങളിൽ അവസാനം വരുമ്പം അടുക്കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ചില മൂല പ്രതികളില് 2 കാര്യം ഇവിടെ പറയുന്നത്. ഒന്ന്, തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ എന്നുള്ളത് ഗ്രീക്ക് മൂലത്തിൽ ദുഷ്ടനിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ എന്ന് വിവർത്തനം ചെയ്യാം. അതാണ് കുറച്ചുകൂടെ കറക്റ്റ് എന്ന് ബെനഡിക്ട് 16-ാം പാപ്പയും ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ പറയുന്നുണ്ട്. അതേപ്പറ്റി വരുമ്പോൾ കാണാം. 2ാമത് കാര്യം പറയുകയാണ്, ചില പ്രാചീന കയ്യെഴുത്ത് പ്രതികളിൽ ഈ പ്രാർത്ഥന ഈശോ അവസാനിപ്പിക്കുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. നമ്മുടെ ബിബോസി ബൈബിളിന്റെ വിവർത്തനത്തിന് ആ ഒരു മൂലകൃതിയല്ല ഉപയോഗിച്ചിരിക്കുന്നത്, അതുകൊണ്ടത് വന്നിട്ടില്ല. എങ്കിലും ബിബോസി ബൈബിളിന്റെ വിവർത്തകര് അടുക്കുറി പണ്ട് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതാണ് സഭയുടെ CCC മതപര ഗ്രന്ഥത്തില് പറയുന്നത്. 2760 വളരെ പ്രാചീന കാലം മുതലൊക്കെ ഇങ്ങനെ പാരമ്പര്യമുണ്ട്. ഈ പ്രാർത്ഥനയുടെ അവസാനത്തില് ഇങ്ങനെ ഒരു അന്തിമ സ്തുതി, ഫൈനൽ ഡോക്സോളജി എന്നാണ്. അതിന്റെ ആരംഭം നമ്മൾ കാണുന്നത് സഭാപിതാക്കന്മാരുടെ കാലഘട്ടത്തിലെ ഏറ്റവും പുരാതനമായ പുസ്തകമാണ് ഡിഡാക്കെ എന്ന് പറയുന്നത്. ഡിഡാക്കെ, അതിനകത്ത് സ്വർഗസേവന് പറയുമ്പം ഇത് ചേർത്താ കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ ശക്തിയും മഹത്വം എന്നേക്കും നിന്റേതാകുന്നു. തൊട്ടടുത്ത കാലഘട്ടത്തിൽ വരുന്ന മറ്റൊരു സഭപിതാക്കന്മാരുടെ പുസ്തകമാണ് അപ്പസ്തോലിക് കോൺസ്റ്റിറ്റ്യൂഷൻ. അതിനകത്ത് എന്തുകൊണ്ടെന്നാൽ രാജ്യം എന്നുകൂടി കൂട്ടിച്ചേർത്ത രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങോട്ടേതാകുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ചിരിക്കുന്നതോട് പറയുകയാണ്. എന്നിട്ട് പിന്നെ എങ്ങനെയാണ് വിവിധ സഭ പാരമ്പര്യങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്? വൈസന്റൈൻ പാരമ്പര്യവും റോമൻ കുർബാന്റെ പാരമ്പര്യമൊക്കെ എങ്ങനെ അത് സ്വന്തമാക്കി എടുത്തു എന്ന് പിന്നെ പറയുന്നുണ്ട്. ഈ സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ചുള്ള പരാമർശം മുഴുവൻ വന്നിട്ട് ഇതിന്റെ അവസാന ഭാഗത്തെ പറയുമ്പോൾ സഭയുടെ മതബോധന ഗ്രന്ഥത്തില് ഫൈനൽ ഡോക്സോളജി, അന്തിമ സ്തുതി, അതേക്കുറിച്ച് പറയുന്നുണ്ട്. 2855 നമ്പറിലും അവിടെ ഈ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്ന പറയുന്നതിന്റെ അർത്ഥം എന്നത് പറയുകയാണ്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ പോരാട്ടത്തിന്റെ വശം കൃത്യം മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാകുന്നു എന്ന അന്തിമ സ്തുതി ഡോക്സോളജി നമ്മുടെ പിതാവിനോടുള്ള ആദ്യത്തെ 3 യാചനകൾ ആവർത്തിക്കുന്നു. ഏതൊക്കെയാണ് 3 യാചനകൾ? നമ്മളിലേക്ക് വിശദമായിട്ട് വരും. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം, അങ്ങയുടെ തിരുമൽ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഈ 3 കാര്യങ്ങളെ വേറെ ഓർഡറിലാണ് പറയുന്നത്. അവിടുത്തെ നാമം മഹത്വപ്പെടുത്തുക, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യത്തിന്റെ ആഗമനം, രാജ്യം വരണമേ, രക്ഷാകര ശക്തി, അതാണ് രാജ്യവും മഹത്വവും ശക്തിയും എന്നേക്കും അങ്ങയുടേതാകുന്നു. അങ്ങയുടേതാകുന്നു പറയാൻ എന്താ കാരണം? എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? അതിന് കാരണം പറയുകയാണ്, ഈ ലോകത്തിന്റെ അധികാരി വ്യാജമായ രീതിയിൽ രാജ്യത്വം, ശക്തി, മഹത്വം എന്നീ 3 പദവികൾ സ്വയം ഏറ്റെടുത്തിരുന്നു. കണ്ടോ? ഈ ലോകത്തിന്റെ പ്രമാണി, ഈ ലോകത്തിന്റെ അധികാരി സാത്താൻ തട്ടിയെടുത്തു. ദൈവത്തിന് അവകാശപ്പെട്ട രാജ്യത്വം, ശക്തി, മഹത്വം സാത്താൻ തട്ടിയെടുത്ത് പറയുമ്പോൾ ദൈവത്തിൽ നിന്ന് പിടിച്ചു പറ്റുന്നതല്ല അർത്ഥം. നമ്മുടെ ഹൃദയങ്ങളിൽ, മനുഷ്യ മക്കളുടെ ഉള്ളങ്ങളില് ദൈവത്തിന് ഉണ്ടായിരിക്കേണ്ട, ദൈവത്തെ പറ്റി ഉണ്ടായിരിക്കേണ്ട ആദരവ്, അവിടുത്തെ രാജ്യത്തിന്റെ അനുഭവം പറ്റി കാണാം. അവിടുത്തെ മനസ്സ് നിറവേറുന്ന അവസ്ഥ, ഇത് മുഴുവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, തട്ടിപ്പറിച്ച് കളഞ്ഞു, വികലമാക്കി കളഞ്ഞു സാത്താൻ. അതാണ് അവന്റെ പരിപാടി. അതാണ് വേറെ വാക്കി പറയുന്ന നരകരാജ്യം, നരകരാജ്യത്തിന്റെ അനുഭവം. അങ്ങനെ സാത്താൻ നമ്മുടെ ഉള്ളത്തിൽ നിന്ന് പറിച്ചു മാറ്റി അവനെ അവിടെ കയറ്റിവെച്ചു, ദൈവത്തെ മാറ്റി വെച്ചിട്ട്. അത് നരകരാജ്യം. അപ്പൊ ഈശോ എന്ത് ചെയ്യുന്നു? കർത്താവായ ക്രിസ്തു ശിഷ്യ പഠിപ്പിക്കുകയാണ്, ഇവയെ അവിടുത്തെ പിതാവും നമ്മുടെ പിതാവുമായവന് തിരിച്ചേൽപ്പിക്കുന്നു. രാജ്യം അവിടുത്തേക്ക് ഫലമേൽപ്പിക്കുകയും രക്ഷയുടെ രഹസ്യം അതിൽ പൂർത്തിയാക്കപ്പെടുകയും ദൈവം എല്ലാറ്റിലും എല്ലാമായി തീരുകയും ചെയ്യുന്നവരും വരെ ഇത് തുടരണം സഭയിലൂടെ നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം വരണം. അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന എപ്പോഴും ഇങ്ങനെ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടെ അത് കൂട്ടിച്ചേർക്കാനുള്ള പ്രവണത ആദ്യ പിതാക്കന്മാർക്ക് തന്നെ കിട്ടി. അത് അങ്ങനെയാണ് ഈശോ പഠിപ്പിച്ചത് പോലും ചില മുലകൃതികൾ വായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഇത് വെളിപാട് പുസ്തകത്തിൽ കാണുന്നതായ മാലാഖമാർ നിരന്തരം ദൈവത്തെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ പറയുന്നത് മുഴുവനും. വെളിപാട് പുസ്തകത്തിൽ താല്പര്യമുണ്ടെങ്കിൽ കുറിച്ചെടുക്കാം. 1-ാം അധ്യായം 6-ാം വാക്യം, 4-ാം അധ്യായം 11-ാം വാക്യം, 5-ാം അധ്യായം 13-ാം വാക്യം, 7-ാം അധ്യായം 12-ാം വാക്യം. ഈ 4 ഭാഗം ശ്രദ്ധിച്ചു. ഈ 4 ഭാഗങ്ങളിൽ നമ്മൾ കാണുന്ന മാലാഖമാർ സ്വർഗത്തിൽ വിശുദ്ധരും വെള്ളയും കഴിഞ്ഞെല്ലാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ എന്തുകൊണ്ടെന്ന രാജ്യവും ശക്തിയും മഹത്വം എന്നേക്കും അങ്ങയുടേതാണ്. അങ്ങയുടേതാണെന്ന് പറയുമ്പം മറ്റവൻ്റെതല്ല, ഏത് സാത്താൻ്റെതല്ല എന്നതിനർത്ഥം. സാത്താൻ തട്ടിയെടുത്തു, സാത്താൻ്റെതല്ല അങ്ങയുടേതാണ് എന്ന് നമ്മുടെ ഉള്ളങ്ങൾ അറിഞ്ഞ് പറഞ്ഞ് ആഘോഷിക്കുമ്പോൾ സ്തുതിക്കുമ്പോൾ നമ്മൾ ദൈവരാജ്യ അനുഭൂതി മക്കളുടെ അവസ്ഥയിലേക്ക് കടന്നു വരികയാണ്. നമുക്കതിന് ആളുകളിലേക്ക് വീണ്ടും വരാം. അത് പറഞ്ഞത് സ്വർഗസ്നായുടെ പിതാവ് എന്നുള്ള സുവിശേഷം മുഴുവൻ്റെ സംഗ്രഹമാണ്. സുവിശേഷം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം യുദ്ധവിജയത്തിന്റെ പ്രഖ്യാപനമാണ്, അറിയിപ്പാണ്. ഏത് യുദ്ധമാണിത്? ശത്രുവായ സാത്താന്റെ മേലുള്ള യുദ്ധവിജയമാണിത്. അതുകൊണ്ടാണ് പ്രാർത്ഥന ഒരു പോരാട്ടമാണ് CCC പഠിപ്പിക്കുന്നു. ആ പോരാട്ടത്തിന് നമുക്ക് തന്നെയും ശത്രുവായ സാത്താനെതിരെയുമുള്ള പോരാട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. സ്വർഗസ്നായ പിതാവയ്ക്കകത്ത് ആദ്യം മുതൽ അവസാനം വരെയും ഈ പോരാട്ടത്തിന്റെ കാര്യങ്ങളാണ് ചേർക്കപ്പെട്ടിരിക്കുന്നത്. നമ്മൾ ഡോക്സോളജി കണ്ടുകൊണ്ട് സൂചിപ്പിച്ചു. അതിന്റെ ആളുകളിലേക്ക് നമുക്ക് ഇറങ്ങി വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സഹോദരങ്ങളെ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.